ഇതൊരു തിരാനോവായി മാറിയിരിക്കുകയാണ്. മിഥുന്റെ അമ്മ സുജ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊല്ലത്തേക്കുള്ള യാത്രയിലാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥുന്റെ വിയോഗത്തോടെ ഒരു കുടുംബത്തിന്റെ ഒന്നാകെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. ഇതിന്റെ മുത്തശ്ശൻ രാജപ്പന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. പള്ളിക്കുളത്ത് കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ അറിയുന്നത് 10 മണിക്ക് ഇതുപോലെ കറണ്ടടിച്ച് മരിച്ചെന്നും പറഞ്ഞ് ഓരോ അറിയുന്നു. ജീവിക്കാൻ ഒരു ചുറ്റുപാടും കാര്യമൊന്നും ഇല്ലാത്തൊരു കൂടെ തള്ളയ്ക്ക് സുഖമില്ലാണ്ട് തള്ള നാട്ടിൽ എങ്ങും പോകാനുള്ള ഉള്ള തൻ്റെയോടും കാര്യമൊന്നും ഇല്ലാത്തതാണ്. എന്നിട്ട് തന്നെ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞ് ഗൾഫിൽ പോയി 3-3.5 വർഷമായിട്ട് അന്നേരം ഈ സംഭവം അറിയുന്നത്. ഇടക്കാടം പോലും ഇല്ല. പഞ്ചായത്തൊക്കെ ഒരു അപേക്ഷയൊക്കെ കൊടുത്ത് ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ ഒന്നും കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെയാണ് തള്ള ഇങ്ങനെ കയറിപ്പോയത്. പറയാൻ വയ്യ, ഒന്നും പറയാൻ തോന്നുന്നു. ഇതിന്റെ മുത്തശ്ശൻ രാജപ്പന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാം. അവിടെ രഘുനാഥ് നാരായണനുണ്ട്. രഘു, എപ്പോഴാണ് മൃതദേഹം പുറത്തെടുക്കുക? ആളുകളൊക്കെ എത്തിയിട്ടുണ്ടോ? എപ്പോഴാണ് വിലാപയാത്രയായി പോവുക? മൃതദേഹം ഏറ്റെടുക്കാനായി മിഥുന്റെ ബന്ധുക്കൾ അല്പസമയം മോർച്ചറിയിലെത്തി. മൃതദേഹം അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു 15 മിനിറ്റിനകം പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് അവസാന യാത്ര പോകാനുള്ള ആംബുലൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് അവൻ്റെ അവസാന യാത്രയ്ക്കായിട്ടുള്ള വാഹനവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ പോവുക അവൻ പഠിച്ച സ്കൂളിലേക്കാണ്. അവൻ്റെ ജീവൻ നഷ്ടമായ ആ സ്കൂളിലേക്കാണ്. അവൻ്റെ സഹപാഠികൾക്കും അവൻ്റെ ടീച്ചർമാർക്കുമൊക്കെ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം അവിടെ ഉണ്ടാകും. 1 മണിയോട് വരെ അവിടെ പൊതുദർശനത്തിന് വെക്കും. ഇതിനുശേഷമായിരിക്കും മൃതദേഹം പടിഞ്ഞാറേക്കല്ലടയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ബന്ധുക്കൾ മാത്രമല്ല, ആശുപത്രി ആയതുകൊണ്ട് തന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ചികിത്സയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മിഥുനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ ഒരംഗം ആണ് നഷ്ടപ്പെട്ടത് എന്ന് ആളുകൾക്ക് സ്വാഭാവികമായി തന്നെ ഒരു വികാരമുണ്ടാകും. ആ മിഥുനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഒരു അത്യാവശ്യം വലിയൊരു ആൾക്കൂട്ടം തന്നെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ ആളുകളെല്ലാം തന്നെ ഇവിടെ മിഥുനെ അവസാനമായി കാണാൻ വേണ്ടി ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ഇവരിൽ കൂടുതൽ ആളുകളും. എന്തായാലും ഇത്രയും ആൾക്കൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ മൃതദേഹം ആംബുലൻസിൽ മൊബൈൽ മോർച്ചറിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം ആശുപത്രിയിലും ആളുകൾക്ക് കാണാനുള്ളൊരു അവസരം കൊടുക്കും എന്നുള്ളതാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിനുശേഷമായിരിക്കും വിലാപയാത്രയായിട്ട് മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും മരണം ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ മരണം എപ്പോഴും സംഭവിക്കും. പക്ഷേ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഒക്കെ ആളുകൾ മരിക്കുന്നത് എല്ലാവർക്കും വീട്ടുകാരെ പോലെ ഒക്കെ തന്നെ നാട്ടുകാർക്ക് വലിയ വിഷമമായിരിക്കും ഉണ്ടാകുക. കാരണം കുട്ടികളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. അപ്പോൾ അവരുടെ ഒരു മരണം കേൾക്കുക എന്നുള്ളത് ഹൃദയഭേദകമായ, ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നമ്മളുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും തന്നെ ആകണമെന്നില്ല. മരണം കേട്ടാൽ പോലും നമ്മൾ പത്രത്തിലൊക്കെ ഈ ചർമ്മക്കോളത്തിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ മരിക്കുന്ന വാർത്തയിലേക്ക് എത്തുമ്പോൾ മനുഷ്യർ കുറച്ചുകൂടി വൈകാരികമായിട്ടായിരിക്കും അതിനെ കാണുക. എന്തായാലും മിഥുൻ്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അപകടമരണങ്ങൾ സംഭവിക്കാറുണ്ട്, മുങ്ങിമരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. എപ്പോഴും അപകടങ്ങൾ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ അപകടം വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അപകടം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഈ മരണത്തെ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പഠിക്കാൻ പോയ കുട്ടി അതിൻ്റെ ഇടയിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കളിക്കുന്നു, മുകളിലേക്ക് ചെരുപ്പ് പോകുന്നു, ആ വൈദ്യുതി കമ്പിയിൽ പിടിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ കുറ്റകരമായ ഒരു അനാസ്ഥയുടെ